മമ്മൂക്ക സിനിമയായ ടർബോയുടെയും OTT റിലീസായ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൻ്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ ജിനു കണ്ടർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 3 ദിവസങ്ങൾക്ക് മുന്നേയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ സിനിമ OTTയിൽ റിലീസായത്. ഈ ഒരു സിനിമയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രോളിൻ്റെ പൂരമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആവേശം എന്ന ചിത്രത്തിൻ്റെ കൂടെ ക്ലാഷ് റിലീസായി തിയേറ്ററിൽ എത്തിയിട്ടും തർക്കേടില്ലാത്ത കളക്ഷനോട് കൂടെ തിയേറ്ററിൽ സേഫ് ആയ സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം 80 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം. ഈ ഒരു ചിത്രം റിലീസായ സമയത്ത് ധ്യാൻ ശ്രീനിവാസന്റെ അഭിനയത്തെ എല്ലാവരും പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രണവ് മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ചൊന്നും യാതൊരുവിധ അപ്ഡേറ്റുകളും അല്ലെങ്കിൽ അഭിപ്രായവും ആ ഒരു സമയത്ത് വന്നില്ല. മോഹൻലാൽ ഫാൻസ് പോലും പ്രണവിന്റെ അഭിനയം പുകഴ്ത്തി പറഞ്ഞില്ല. അപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു പ്രണവ് ഈ ഒരു സിനിമയിൽ ട്രോൾ ഏറ്റുവാങ്ങാൻ സാധ്യത ഉണ്ടെന്ന്. എന്നാൽ ഇപ്പോൾ OTT റിലീസായ ശേഷം മികച്ച രീതിയിലുള്ള ട്രോളാണ് പ്രണവ് മോഹൻലാലിനും വിനീത് ശ്രീനിവാസനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥ പാളി എന്നും ഡയലോഗുകൾ ക്രിഞ്ചാണെന്നും പ്രണവ് മോഹൻലാൽ വൻ ദുരന്തം ആക്ടിംഗ് ആണ് എന്നൊക്കെയാണ് കണ്ട പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ട്രോളായി രേഖപ്പെടുത്തുന്നത്. വിനീത് ശ്രീനിവാസൻ സിനിമകളിൽ മികച്ച പാട്ടുകളെങ്കിലും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ഒരു ചിത്രത്തിൽ അതും വരെ ബോറായി എന്നും കൂടെ പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നു. മമ്മൂക്ക സിനിമയായ ടർബോ ചിത്രത്തിന്റെ 3ാം ശനിയാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണല്ലോ. 17ാം ദിവസത്തിലൂടെ കടന്നു പോകുന്ന ചിത്രത്തിന്റെ ഇന്ന് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തിന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വൈശാഖ് മിഥുൻ വാനൽ മമ്മൂക്ക കൂട്ടുകെട്ടിലെത്തിയ ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ നേരെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കിംഗ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചാണ് 17ാം ദിവസവും മികച്ച രീതിയിൽ ചിത്രം മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും സിനിമ വീണു പോയിട്ടില്ല. അവധി ദിവസങ്ങളിൽ മികച്ച രീതിയിൽ കുടുംബ പ്രേക്ഷകർ ഈ ഒരു സിനിമ കാണാൻ എത്തുന്നു. 16ാം ദിവസത്തെ വെള്ളിയാഴ്ച അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ ശനിയാഴ്ച 17ാം ദിവസം മമ്മൂക്ക സിനിമയായ ടർബോക്ക് സാധിച്ചിട്ടുണ്ട്. ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകളെല്ലാം തീയായി പോകുന്ന കാഴ്ച. ഈ ഒരു ട്രെൻഡ് മുന്നോട്ട് പോവുകയാണെങ്കിൽ 18ാം ദിവസം നാളെ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ ചിത്രം നേടുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു.